ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോ കുറച്ചധികം പേര് ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട്. എന്റെ വീഡിയോയിൽ മാത്രമല്ല മറ്റു പലരുടെയും. ഇതുകൊണ്ട് എന്താ ഉപകാരം എന്ന് വെച്ചിട്ടോ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ലൈഫാണ് നിങ്ങൾ ഈ കാണുന്നത്. മുഴുവൻ ഇല്ലെങ്കിൽ അത്യാവശ്യമൊക്കെ ഒരു ദിവസത്തെ കാര്യങ്ങള്. പക്ഷെ ചെറിയ ചെറിയ ഇൻസ്പിറേഷൻസ് ഒക്കെ വേണമെങ്കിൽ കിട്ടും. നമ്മളിങ്ങനെ എന്താ പറയാ ജിമ്മിൽ പോണത്, പിന്നെ ഹെൽത്തി ഫുഡ് കഴിക്കണത്, അങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ കേട്ടോ. പിന്നെ അല്ലാതെ അങ്ങനെ ഒരു എനിക്കറിയില്ല എന്താന്നുള്ളത്. എന്നാലും ദേ ഞാൻ 4 മണിക്ക് എണീറ്റ് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് ചാളയാണ്. അതായത് നമ്മുടെ ഇന്നലെ ചേട്ടൻ ജിം കഴിഞ്ഞ് വന്നപ്പോ ചാള വാങ്ങി കൊടുക്കുന്നുണ്ടായിരുന്നു. അധികം വാങ്ങിച്ചിട്ട് കാര്യമില്ല. നമ്മളാകെ 2-3 ആളല്ലേ ഉള്ളൂ. അപ്പൊ ഒരു 3-4 എണ്ണം നല്ല വലിയ ചാളയാട്ടോ, നല്ല നെയ്യൊക്കെ ഉള്ളത്. അപ്പോ അത് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ കണ്ടു കഴിഞ്ഞാൽ പഴുത്താന്ന് തോന്നും. പക്ഷെ ഒടുക്കത്തെ പുളിയുള്ള ഒരു മാങ്ങയാട്ടത്. കാണുമ്പോ നമ്മൾ ശരിക്കും ദൈവമേ മാങ്ങ നല്ല പഴുത്താണല്ലോ എന്ന്. പക്ഷെ ഒരു ലേശം പൊട്ടിച്ച് വായിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വായന പുളി പോവില്ല, അത്രയ്ക്കും പുളിയാ. അപ്പൊ അത് പിന്നെ ഇന്ന് നമുക്ക് കുറച്ചധികം പരിപാടീസ് ഉണ്ട് കേട്ടോ. ഇന്ന് ആകെ തിക്കും തിരക്കുള്ള ദിവസം. ഇന്നൊരു വ്യാഴാഴ്ച കേട്ടോ. അപ്പൊ ഞാൻ ദേ നൂൽപുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ സെറ്റ് ആക്കിയിട്ട് നമ്മളുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പാറുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ്. ഞാൻ എപ്പോഴും പറയലുണ്ട്, നൂലപ്പാണെങ്കിൽ അവളൊരു 3-4 എണ്ണമൊക്കെ കഴിക്കും കാലത്ത്. തേങ്ങാപ്പാൽ ഇട്ടിട്ടാ കഴിക്കാട്ടോ, അതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. ചെറിയ രീതിയിൽ നേരിയ പഞ്ചസാര ഇട്ടിട്ട്. പിന്നെ ദേ നമ്മള് പാറുവിനുള്ള ഫിഷ് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അവൾക്ക് സ്കൂളിലേക്ക് നോൺ വെജ് കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് ഈവനിങ് വൈകുന്നേരമൊക്കെ കൊടുക്കാട്ടോ. ഇത് വന്നിട്ട് അവൾക്ക് കൊണ്ടുപോകാനുള്ള ഒരു സ്നാക്ക് ഞാൻ ഉണ്ടാക്കുന്നതാട്ടോ. എന്നൊന്നും നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തേക്കാം. പിന്നെ ഒരു വെറൈറ്റിക്ക് ഗോതമ്പ് പൊടിയും പഴം ഉണ്ടായിരുന്നു, ചെറുപഴം, പഴമൊക്കെ കൂടിയിട്ട് ഇത് മാതിരി ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാട്ടോ. ഈ ഒരു ഉണ്ണിയപ്പ പാത്രം ഇത് നല്ലതാട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ണിയപ്പം മാത്രം നമുക്ക് പനിയാരം പോലെ സാധനം ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കാട്ടോ. എരിവുള്ള ചെറിയ ഉണ്ട മാതിരി ഉള്ളത്. അതിനൊരു ലിഡ് ഉണ്ട്. പിന്നെ ചെറിയൊരു അതെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. നമുക്കൊരു സ്പൂൺ മാതിരി ഒരു വുഡന്റെ. അപ്പൊ ദേ അമ്മൂനുള്ള ഫുഡ് കൊടുന്ന് വെച്ചു കേട്ടോ. ഗ്രീൻ പീസ് മസാല എന്ന് തോന്നുന്നു ഞാൻ ഉണ്ടാക്കിയത്. ഇത് കുറച്ചധികം ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോ ഈ വ്യാഴാഴ്ച അല്ല, കഴിഞ്ഞ വ്യാഴാഴ്ച. അപ്പൊ ചോറൊക്കെ റെഡിയായി ഞാൻ ജിമ്മിലേക്ക് പോകാൻ റെഡി ആയിട്ടോ. അപ്പൊ ഇവിടെ ഒരു സ്പ്രേ കുപ്പി, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ട് മേടിച്ചതാ. അല്ല, പേജ് അല്ല, ഒരു വീഡിയോ കണ്ടിട്ട് ഒരാളുടെ. പക്ഷെ അത്ര വലിയ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. അപ്പൊ ഇതുപോലെ എനിക്ക് അടിക്കണം തോന്നുമ്പോൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ കുറച്ച് അടിച്ചിട്ട് പോകും, അത്രേ ഉള്ളൂ. പക്ഷെ ആ മണം നിൽക്കൊന്നുമില്ല കേട്ടോ. ജിമ്മിൽ എത്തി കുറച്ച് കഴിയുമ്പോൾ അത് പോകും. അങ്ങനെ ഇന്ന് ചേട്ടൻ എന്നെ കൊടന്നാക്കിയത് ട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മളെ വർക്കൗട്ടിനുള്ള സമയമായി. ഞാനപ്പോ വാമപ്പ് കഴിഞ്ഞ് എന്റെ കുറച്ച് വർക്കൗട്ടുകൾ ചെയ്ത് ഞാൻ എന്നും ട്രൈ ചെയ്യും കേട്ടോ പുഷപ്പ് എടുക്കാനായിട്ട്. ശരിയാവുന്നൊന്നും അറിയില്ല, പക്ഷെ ഇത് ഇത്രയും വരെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതന്നെ വലിയ കാര്യം. എനിക്ക് ഇങ്ങനെ പറ്റാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിൽ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ദിവസം എനിക്ക് ശരിയാവും. പിന്നെ ഞാൻ മറ്റേ പുള്ളപ്പും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്നും ചെയ്യുന്നുണ്ട്, പറ്റും. അപ്പൊ ഇന്ന് നമുക്ക് ഷോൾഡറും ബൈസിപ്സും അങ്ങനത്തെ നമുക്ക് നമുക്ക് ഓരോ വർക്കൗട്ട് ഉണ്ടല്ലോ ഒരു ദിവസം. അപ്പൊ അതൊക്കെ കേട്ടോ. ഒക്കെ ഇങ്ങനെ നേരെയായി വരണേ ഉള്ളൂ. ഞാനിങ്ങനെ നമ്മൾ ചെയ്താണല്ലോ വെയിറ്റ് കുറച്ച് കൂടുതൽ എടുത്ത് നോക്കും. അങ്ങനെയാണല്ലോ നമുക്ക് കുറച്ച് കൂടുതൽ വെയിറ്റ് എടുക്കാനൊക്കെ പറ്റുക. അപ്പൊ ദേ തിരിച്ചു പോകുമ്പോ അമ്മൂനെ ട്യൂഷന് വേണ്ടി കൊണ്ടുവന്നാക്കിയിട്ട് ചേട്ടൻ എന്നെയും കൂടി എടുത്തു പിക്ക് ചെയ്തു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫുഡൊക്കെ നോക്കാം. അതേ നമ്മുടെ ബ്രൗൺ റൈസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ അമ്മൂന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ഇതായിരുന്നു, നമ്മുടെ ചട്നി. പിന്നെ ഈ ഒരു തോരൻ ഭയങ്കര ഇഷ്ടമാണ്. പാറുവിനും ഇഷ്ടം, അമ്മൂനും ഇഷ്ടമാണ്. നമുക്ക് കാബേജും ബീൻസും കൂടിയിട്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട്. പിന്നെ ഈ ഉണ്ണിയപ്പം നോക്കണ്ടിട്ട് അങ്ങനെ ഇങ്ങനെ ഇരിക്കണത്. സംഭവം നല്ല ടേസ്റ്റ് ആണ്. ഞാൻ പിന്നെ അതവിടെ വെച്ചിട്ട് അമ്മൂന്റെ ഫുഡ് എന്തോ ഒരു കാര്യത്തിനകത്തേക്ക് പോയി വന്ന വഴിക്ക് സംഭവത്തിന് ഒരു കറുപ്പ് വന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് മറിച്ചിടാൻ ഇത്തിരി വൈകിയതുകൊണ്ടാണ് ആ കളറ്, അത്രേ ഉള്ളൂ. അപ്പോ പാറുവിന് സ്കൂളിൽ കൊണ്ടുപോകാനും പിന്നെ തിരിച്ച് സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ മൂവാണ്ട മാങ്ങ എടുത്തിട്ട് ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നൂലപ്പും ഉണ്ട്, മുട്ടയുണ്ട്. നമ്മൾ ഈ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് ബാക്കിയുണ്ട്. സ്മൂത്തി ഉണ്ടാക്കണം, പാറുവിന് ലഞ്ച് ബോക്സ് വെക്കണം, സ്നാക്ക് വെക്കണം. പാറുവിന് ഇഷ്ടപ്പെട്ടില്ല ഉണ്ണിയപ്പം. സാധാരണ കഴിക്കാറുണ്ടെന്ന് വേണമെങ്കിൽ നൂലപ്പം നിന്ന് തന്നെ ആയിരിക്കും ഉണ്ണിയപ്പം വേണ്ടാന്ന് പറയുന്നത്. സ്കൂളിൽ കൊണ്ടുപോയി കഴിക്കുന്നു വിചാരിക്കുന്നു. ഞാനാണെങ്കിൽ നേരത്തെ ഉണ്ടാക്കി അവൾ മുന്നേ കഴിക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ വേണമെങ്കിൽ വയറ് നിറഞ്ഞിരിക്കണ കാരണം ചേട്ടനെ അവൾക്ക് 3 നൂലപ്പൊക്കെ വിളിച്ചു. അതായിരിക്കാം വേണമെങ്കിൽ. അപ്പൊ ഞാൻ എന്റെ വേ പ്രോട്ടീൻ കഴിക്കാട്ടോ. തട്ടണ്ട. അമ്മക്കുട്ടി പോയി. അമ്മക്കുട്ടിയുടെ സ്കൂളിൽ നിന്ന് ഗോളടിക്കൽ ഇറങ്ങി നിക്കാൻ പറഞ്ഞിട്ടില്ലേ അമ്മ? നല്ല കാണുള്ളൂ, ഇവിടെ ഇറങ്ങി നിക്കണം. എന്തായി പുള്ളിനെ വളർത്തിയ
പുഴുവല്ല, സ്പ്രിംഗ് ടൈംസ്. സ്പ്രിംഗ് ടൈംസ് സ്വന്തമായിട്ട് എനിക്കത് കുറഞ്ഞതിന്റെ പേര് ടെററിയ കൊററിയ ടെററിയ ഉണ്ടാക്കണ്ടായാലും എന്ത് രണ്ട് പുഴുവിനെ വളർത്തുണ്ട് അരിയൊക്കെ ഇട്ടുണ്ട് പുഴുവിന്. പുഴുവല്ല, സ്പ്രിംഗ് ടൈംസ്. സ്പ്രിംഗ് ടൈം. അയ്യോ പാടിയ ദൈവമേ, ഇതൊന്നും ചത്തൊന്നുമില്ല ദൈവം. നമ്മുടെ പാറുകുട്ടിയെ ഞാൻ ഇവിടെ കുളിപ്പിച്ച് സുന്ദരിക്കുട്ടിയാക്കി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അവളതേ കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ പാറുകുട്ടിക്ക് ആ ഒരു ഉണ്ണിയപ്പം കാലത്തെ ചേട്ടൻ, ഞാൻ ജിമ്മിൽ പോയി കഴിഞ്ഞ ചേട്ടനാണ് അവൾക്ക് ഫുഡ് കൊടുക്കുക കാലത്തെ. അപ്പൊ നമ്മുടെ മാളൂട്ടി സിനിമ കാണാൻ അപ്പൊ 3 നൂലപ്പം കഴിച്ചത് കൊണ്ട് തന്നെ ആൾക്ക് ഉണ്ണിയപ്പം വലിയ താല്പര്യം തോന്നിയില്ല കാലത്ത്. പക്ഷെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സ്നാക്കായിട്ട്. പിന്നെ അമ്മുവിന്റെ റൂമിലെ ബെഡ്ഷീറ്റ് മാറ്റിയും പിന്നെ ഇന്ന് ഫുള്ള് നമുക്ക് അടിച്ച് തുടച്ചിടുന്ന ദിവസമാണ്, അതായത് ഡീപ് ക്ലീനിങ്ങിന്റെ ദിവസം വ്യാഴാഴ്ച ഞാൻ അങ്ങനെ ചെയ്യാറുട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പണിയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പടപടേനെ ചെയ്യാം. കാരണം നമുക്ക് അമ്മുവിന്റെ ട്യൂഷൻ സെന്ററിൽ ക്ലാസ്സിൽ നമുക്ക് PT മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പോകണം. 11 മണിക്ക് വെച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പോകണം. പിന്നെ ഇതേ പാർക്കുട്ടീനെ ചേട്ടന്റെ ഹെൽമെറ്റ് ഒക്കെ ഇടിച്ച് സ്കൂളിലേക്ക് വണ്ടി വരും. പക്ഷെ ഞങ്ങൾ കുറച്ചുനാൾ ഞങ്ങൾ തന്നെ കൊടുന്നാക്കാന്ന് വിചാരിച്ചിട്ടേ, നമ്മുടെ വീണ്ടും പറ്റിയ വണ്ടി വരും. പക്ഷെ കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ കൊടുന്നാക്കാന്ന് ഓർത്തിട്ടാട്ടോ. അങ്ങനെ ചേട്ടൻ പോയപ്പോഴേക്കും ഞാൻ വീണ്ടും അമ്മ പറവിന്റെ അറ്റക്ക് കൊടുത്തിട്ട് വീണ്ടും തുടയ്ക്കാനും അടിച്ചു വരാനൊക്കെ പോയി. അങ്ങനെ ഞാൻ പോയി കുളിച്ച് അമ്മുവിന്റെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോയി റെഡി ആവാട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു കുർത്തി ഇട്ടിരിക്കണത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടം ഇതിന്റെ സ്റ്റിച്ചിങ്ങും ഇതിന്റെ ആ ഒരു ഇടുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ മിക്കതും ഇത് ഇടാറുണ്ട്. അതിന് ഷോൾ ഉണ്ട്. ഷോള് എവിടെ നോക്കിയിട്ട് കാണാനില്ല, അപ്പൊ ഷോൾ ഇട്ടില്ല. അപ്പൊ നമ്മള് നേരം വൈകി, നമ്മള് ഒരുപാട് ലേറ്റ് ആയി. അപ്പൊ പോവാട്ടോ. അമ്മുവിന്റെ ട്യൂഷൻ ക്ലാസ് ഇപ്പൊ ഞങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇതാണ്. പിന്നെ നാളെ പാറുവിന്റെ സ്കൂളിൽ നിന്ന് അനൗൺസ്മെന്റ് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. PT മീറ്റിംഗ്, സകല സ്ഥലത്ത് PT മീറ്റിംഗ് കൊണ്ടുപോകുന്നത്. അമ്മുവിന്റെ അവിടെ ഒരു 1:30 ഒക്കെ വരെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ടീച്ചർമാരെ സെപ്പറേറ്റ് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് പാരന്റ്സ് പോയി കണ്ടിട്ടുണ്ടായിരുന്നു, വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല കാര്യം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ നിലാസൻസിലാണ് കേട്ടോ ഞാൻ ഹെൽമെറ്റ് ചെയ്തിട്ട്. അപ്പൊ നമ്മുടെ അമ്മുവിന്റെ എന്താ പറയാ ട്യൂഷൻ ക്ലാസ്സിൽ പോയി അവിടെ ചെന്ന് കുറച്ചധികം കാര്യങ്ങൾ സംസാരിച്ചു. ടീച്ചർമാർ ഓരോരുത്തരായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കണ്ടു, സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയുണ്ട് പഠനം, പിന്നെ ഇനിയിപ്പോ എക്സാം കഴിഞ്ഞാലാണല്ലോ അറിയാം നമുക്ക്. മെയിനായിട്ട് ഇനിയിപ്പോ 9-ലല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ നിലാസത്തിലാട്ടോ, നമുക്ക് കുറച്ച് ഇവിടെ പണിയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വന്നേക്കാണ്. ഫുഡ് കഴിച്ചിട്ടില്ല, വിശക്കുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് പറയാനുള്ള വെച്ചാല് നമ്മുടെ മക്കള് ഇപ്പൊ കാര്യം സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാടുണ്ട്, പല പല വഴികളുണ്ടെങ്കിലും അവരുടെ വിദ്യാഭ്യാസം നമ്മൾ ഇപ്പൊ നന്നായിട്ട് കൊടുക്കണം അവർക്ക്. അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അതാണ് എപ്പോഴും ഉണ്ടാകുന്ന കൈമുതൽ അവസാനം വരെ. നമുക്ക് ആരില്ലെങ്കിലും എന്തില്ലെങ്കിലും ഒക്കെ അതുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും, ആരുടെയും കാലും ഒന്നും പിടിക്കാണ്ട്. ഞാനൊക്കെ മറ്റേ എന്താ പറയാ, എന്റെ അമ്മയ്ക്ക് എപ്പോഴും പറയാനായിരുന്നു പഠിക്കണം പഠിക്കണം. ആ സമയത്ത് നമുക്ക് ദേഷ്യം വരായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ അത് അനുസരിക്കുന്നില്ല. പക്ഷെ നമ്മുടെ മക്കൾക്ക് അതന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണേ. പക്ഷെ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ 90s കിഡ്സിന് കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു തോന്നുന്നു. കാരണം നമ്മൾ അതൊക്കെ റിയലൈസ് ചെയ്ത ആ ഒരു കാലഘട്ടത്തിലൂടെ അല്ല പോണേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറെ കൂടി ബുദ്ധിപൂർവമായിട്ട് മക്കളിലേക്ക് എത്തിക്കാൻ പറ്റും. നമ്മുടെ അമ്മമാര് ചിലപ്പോ അന്ന് എല്ലാ ഒരേ പാറ്റേൺ പഠിക്കുന്ന ഒരു ഇതായിരിക്കും. പക്ഷെ നമുക്ക് പറയുമ്പോ കുറച്ചും കൂടി അവർക്ക് മനസ്സിലാവണ ആ ഒരു രീതിയിൽ നമുക്ക് ചിലപ്പോൾ അവരിലേക്ക് എത്തിക്കാൻ പറ്റും ഈ ഒരു കാര്യങ്ങൾ. ഇപ്പോഴത്തെ കാര്യങ്ങൾ അങ്ങനെയുള്ള ഓരോന്ന് നടക്കണം. അപ്പോ അത്രയും ഇനി ഫുഡ് അടിച്ചില്ല, വിശക്കുന്നു. ഇപ്പൊ ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ട്. ഞങ്ങള് നിലാസെർബ്സിലെ പണിയും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ 3 മണിയായി. മുട്ട, പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വെച്ചിട്ടുണ്ടായിരുന്ന എന്താ പറയാ നമ്മുടെ ബീഫിന്റെ ലിവറില് അതുണ്ടായിരുന്നു, കുറച്ചെടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ മീൻകറി, പിന്നെ നമ്മുടെ തോരൻ അതുകൊണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നമ്മുടെ മൂവാണ്ട മാങ്ങ അങ്ങനെ മുളക് പൊടിയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം തിരുമ്പിയിട്ട് അതുകൊണ്ട് അതാട്ടോ. അപ്പൊ ഞാനാണെങ്കിൽ സമയം നോക്കി അറിയാൻ പറ്റുന്നത് 3 മണി ആവാനേ പോണു. അപ്പൊ ആ നേരത്തായിട്ട് ഫുഡ് കഴിക്കണം. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ടു കാണാൻ പാടില്ല കണ്ടിരിക്കുന്നു ഞാന്.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടന് പണി ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞു എനിക്ക് ആൾക്ക് പണിയുണ്ട്, പിന്നെ കൊറിയർ ഒന്ന് രണ്ട് എടുക്കണം, പിന്നെ ഇടയിൽ പിന്നെ പാറുവിനെ കൊണ്ടുവരണം. അങ്ങനെ ആകെ ആള് ബിസി ആയിട്ടോ. അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഞാവൽപ്പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് എന്റെ എന്താ പറയാ ഫൈബർ കുക്കുംബർ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അരി ഒന്നും അരിയാനുള്ള ക്ഷമയില്ലായിരുന്നില്ല, വിശന്നത് കണ്ണുകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു, ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ആ ഞാവൽപ്പഴം കുറച്ചെടുത്തിട്ട് ഇങ്ങനെ കഴിച്ചു കേട്ടോ. പിന്നെ പിള്ളേരില്ലാത്തതുകൊണ്ട് ഇങ്ങനെ സമാധാനമായിട്ട് കുറച്ചു നേരം, ഇത്ര നേരം കൊടുക്കത്തെ പണിയായിരുന്നു. കാലത്തോട്ട് അടിച്ചോടെയും വാരലും പൂവലും സബ്സിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോ ഒരു സമയമായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ടയർഡായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു നേരം റിലാക്സ് ചെയ്തിരിക്കാൻ നോർത്തു. അങ്ങനെ അപ്പൊ ഞാവൽപ്പഴമൊക്കെ കഴിച്ച് കുറെ പേർക്കൊന്നും ഇപ്പോഴും ഞാവൽപ്പഴം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ റേറ്റ് ഉണ്ട് കേട്ടോ ഞാവൽപ്പഴത്തിന്, ഇപ്പൊ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ വെച്ചപ്പോ കിലോന് 500 രൂപ. എന്റെ പെണ്ണേ, അപ്പൊ ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ. എന്നിട്ട് പിന്നെ കിലോന് 250 ആയപ്പോ ഞങ്ങൾ മേടിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ 1 കിലോനൊക്കെ 200 രൂപയിൽ തിന്നിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാവൽപ്പഴം. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ പിന്നെ ഫുഡൊന്നും കഴിക്കില്ല. അത് കഴിച്ച് ഒരു നേരത്തെ അല്ലെങ്കിൽ കാലത്തൊട്ട് വൈകുന്നേരം വരെ പിന്നെ വിശക്കില്ല. 1 കിലോനൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് പിന്നെ പറയണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാവൽപ്പഴം. അപ്പൊ അതങ്ങനെ ഉപ്പ് തിരുമ്മി കഴിക്കാനേ. ഇപ്പൊ അധികം അങ്ങനെ ഉപ്പ് കഴിക്കലില്ല കേട്ടോ. ഹലോ, അപ്പൊ എന്തൊക്കെയുണ്ട്? ഞാൻ ഫുഡൊക്കെ കഴിച്ചു, നമ്മുടെ ഞാവൽപ്പഴം കഴിച്ചു. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞിട്ട് 4 മണി ആവാറായിട്ടാ. അപ്പൊ ചേട്ടനെ നമ്മുടെ പാർക്കുട്ടീനെ കൊണ്ടുവരണം, അതിന് വേണ്ടി പോയിണ്ട്. പിന്നെ ആൾക്ക് നമ്മുടെ കൊറിയർ ഓഫീസിൽ കൊറിയർ വന്നില്ല, അപ്പൊ എടുക്കാനൊക്കെ ആയിട്ടാണ് പോയത്. അപ്പൊ അങ്ങനെ പിന്നത്തെ ദിവസം കഴിഞ്ഞു. ഓരോ കാര്യങ്ങളൊക്കെ പോയിട്ട് ദിവസം കഴിഞ്ഞ അറിയില്ല. ഇന്നലെ ഞാൻ കുറച്ചധികം വീഡിയോ എടുത്ത് വെച്ചു കിട്ടും. ഇന്നലെ ഞാൻ ഫ്രീ ആയിരുന്നതുകൊണ്ട്. അപ്പൊ അത് കാരണം പണി ടെൻഷനിൽ നിന്നൊക്കെ എഡിറ്റ് ചെയ്യണം, അതാണ് ഏറ്റവും വലിയ പണി. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ നമ്മൾ സംസാരിച്ചില്ലല്ലോ അങ്ങനെ, അത് കാരണം അങ്ങനെ വർത്തമാനത്തിന് വന്നതപ്പോ. പിന്നെന്താ, അമ്മുകുട്ടിയുടെ ട്യൂഷന്റെ എന്താ പറയാ PT മീറ്റിങ്ങിന് പോയത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് അവര് പറഞ്ഞതും കാര്യങ്ങളൊക്കെ, അവരുടെ ഐഡിയാസും കുട്ടികളെങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, ആ ഒരു ഐഡിയാസ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഒക്കെ വന്ന പോലെ. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഫുൾ ഓവർ ഇങ്ങനെ പിടിക്കുക പറയാം. എനിക്കങ്ങനെ ഒന്നാമത്തെ അങ്ങനെ പറഞ്ഞ അമ്മയല്ല കേട്ടാ, എനിക്കങ്ങനെ താല്പര്യമില്ല. പിന്നെ അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടാവാറില്ല. അവൾക്ക് പഠിക്കാൻ, അവള് കൂടുതലും കേട്ട് പഠിക്കുന്ന, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ്സിൽ നിന്ന് കേട്ട് പഠിക്കുന്ന ഒരു ടൈപ്പ് അവള്. വീട്ടിൽ വന്ന് ഇങ്ങനെ രാവിലെ, എനിക്കൊക്കെ രാവി കാലത്ത് അന്ത്യാവളെ രാവിയാലാണ് എനിക്ക് കിട്ടുക. രാവ മീൻസ് ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കാം. അതിന്റെ ഒരു ദിവസം ഞാൻ വായിച്ചില്ലെന്ന് പറഞ്ഞത്, അങ്ങനത്തെയാണ് എന്റെ ബുദ്ധി അറിഞ്ഞത്. ഇവിടെ അമ്മക്കുട്ടി അങ്ങനെയല്ല കേട്ടോ. അമ്മക്കുട്ടിക്ക് ഇങ്ങനെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴേ അവൾക്ക് കൂടുതൽ ക്ലാസ്സിലിരുന്ന് ക്ലാസ് കേട്ടിട്ട് കൂടുതൽ അവള് വീട്ടിൽ വന്നിരുന്ന അങ്ങനെ കുറേ അധികം അവള് വായിച്ച് രാവിലെ വായിക്കാതില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അവള് കൂടുതലും ക്ലാസ് കേട്ടിട്ട്, ചേട്ടൻ അങ്ങനെയാട്ടോ, ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ചേട്ടന് ക്ലാസ് കേട്ടിട്ടും പ്ലസ് പരീക്ഷയുടെ തലേദിവസം ആകുമ്പോഴേക്കും ബുക്കിന് കേട്ടുന്നിട്ട് അറ്റൻഡർ ഫുള്ള് വായിച്ചെത്തിക്കുന്നു. അപ്പൊ തന്നെ ആൾക്ക് നന്നായിട്ട് കിട്ടുന്നതാണ് പറയാറ്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു അവള് ആ ഒരു ടൈപ്പ്, അതായത് ക്ലാസ് കേട്ട് കൂടുതൽ ക്ലാസ് മിസ്സായ അവൾക്ക് ഭയങ്കര ഇതാ, ക്ലാസ് കേട്ട് പഠിക്കണ ഒരു കൂട്ടത്തില്. അതങ്ങനെ പിന്നെന്താ, അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ നിർബന്ധിക്കാറില്ല. ആദ്യം ഒരു 5 വരെയൊക്കെ ഞാൻ കൂട്ടിയിരുത്തി ഇങ്ങനെ ഒപ്പരുത്തി പഠിപ്പിച്ചു. പിന്നെ അവര് സ്വയം ഒന്നും പഠിക്കണം എന്നുള്ള ഒരു ഇത് വന്നപ്പോ അവള് പഠിക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ മാറും, ഞാൻ ഇരിക്കില്ല. അത് കഴിഞ്ഞ് അവള് സ്വയം പഠിച്ചു തുടങ്ങി. പിന്നെ ഞാൻ അങ്ങനെ അവളുടെ എല്ലാത്തിലും അങ്ങനെ അതായത് പഠിക്കണ, നീ ഇപ്പൊ ഇതേ പഠിക്കാൻ പാടും, നീ ഇതേ ചെയ്യാൻ പാടും, അങ്ങനെ ഒന്നും ഞാൻ പറയാറില്ല. അവളെന്നെ അവൾക്ക് സ്വയം നമ്മളൊരു ചെറിയൊരു ഇത് കൊടുക്കും. പക്ഷെ എന്നാലും അവളെന്നെ സ്വയം അവൾക്കൊരു, ഇപ്പൊ ഞാൻ ഇത് പഠിക്കണം, ഞാൻ ഇത് പഠിക്കണം, അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കും, പഠിക്കണം, അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ വല്ലാണ്ട് അങ്ങനെ എപ്പോഴും പറയാറില്ല. അപ്പൊ എനിക്ക് എന്റെ ഒരു ഇതിൽ തോന്നിയിട്ടുള്ളത്, അങ്ങനെ നമ്മൾ പഠിക്കൊണ്ടൊരു പ്രഷർ കൊടുത്താലും പിള്ളേരങ്ങനെ ഇരുന്നാലും ചിലപ്പോൾ പഠിക്കണമെന്നില്ല. അത് നമ്മളെ കാണാൻ വേണ്ടി ചിലപ്പോൾ ഇരിക്കും, നമ്മള് കാണാൻ വേണ്ടിട്ട്, പക്ഷെ പഠിക്കണമെന്നുണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് സ്വയം തോന്നണല്ലോ. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും, പ്രോത്സാഹനം കൊടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു കുറഞ്ഞത് ഒരു 15 മിനിറ്റ് കുറഞ്ഞത് ഞങ്ങള് അതിനോട് സംസാരിക്കുന്ന ദിവസത്തെ കാര്യങ്ങളും ഒക്കെ സംസാരിക്കും. ഇപ്പൊ നമുക്ക് അറിയാലോ, നേരില്ല. പിന്നെ ബാക്കി സമയം 7 തൊട്ട് പഠിക്കാതിരിക്കാം. 7 to 9, ചിലപ്പോ 10 ആവും. കുറെ ദിവസം ചിലപ്പോ 11 ആവും. 11 അധികം ഇരിക്കാറില്ല, കാരണം അവള് രാവിലെ ഞാൻ ജിമ്മിൽ പോകുമ്പോൾ വിളിക്കുന്നതാണ്, അതായത് ട്യൂഷന് പോകണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു 5:45 ഞാൻ വിളിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാന് 11 വരെ ഇട്ടാറില്ല. മാക്സിമം ഒരു 10 മണി 10:30. അതിന് ബാക്കി വിറ്റേഴ്സ് എഴുതാന്ന് പറയാൻ പറ്റില്ല, കാരണം ട്യൂഷന് നേരത്തെ പോകണം.
വൈകുന്നേരം തന്നെ പഠിക്കലെല്ലാം ഉണ്ടെങ്കിൽ ആ പിറ്റേ ദിവസം എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ബാക്കി പണി കൊടുക്കുന്ന ഇടയിൽ വായിക്കാം, അവനെ കഞ്ഞി ചെയ്യുന്ന ഇടയിൽ വായിക്കുകയൊക്കെ ചെയ്യണം. പക്ഷെ എഴുതി നടക്കില്ല പിറ്റേ ദിവസം. അപ്പൊ അങ്ങനെയുള്ള വിശേഷം പാർക്കുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടി കൊറിയർ വന്നാളോട് കൊണ്ടുവച്ച് ചേട്ടൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ പാർക്കുട്ടീനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പണി അങ്ങനെ. പാർക്കുട്ടി പപ്സ് ഭയങ്കര ഇഷ്ടാട്ടാ, നമ്മുടെ മുട്ട പപ്സ്. അപ്പൊ ഞങ്ങൾ ഇന്ന് കുറെ കാലം കഴിച്ചിട്ട് ഏകദേശം ഒരു 3 മാസത്തിനടുത്ത് കഴിയുണ്ട് വാങ്ങിച്ചിട്ട്. 1 മാസം 1.5 മാസമൊക്കെ കൂടുതലായിട്ട് കേട്ടോ. പ്രാവശ്യം അപ്പച്ചൻ വന്നപ്പോ ഉള്ളതാ, ഫസ്റ്റ് കാണാൻ വന്നു. ഇപ്പഴല്ല, അതിന് മുന്നേ കാണാൻ വന്നു, അമ്മ വന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് തോന്നുന്നു അതെ. അപ്പൊ ഞാനത് കാരണം പപ്സ് മേടിച്ചു പിള്ളേർക്ക്, വല്ലപ്പോഴൊക്കെ മേടിച്ചു കൊടുക്കാലോ അല്ലെ. അപ്പൊ അങ്ങനെ പപ്സ് മേടിച്ചിട്ടുണ്ട്. ഞാനത് കഴിക്കലില്ല. ഇഷ്ടമുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് കഴിക്കും. പിന്നെ എന്റെ അപ്പച്ചൻ കൊണ്ടുവന്ന ഞാൻ കഴിക്കട്ടെ. കാരണം വെച്ചാല് ചെറുപ്പം മുതലേ എന്റെ അപ്പച്ചൻ എനിക്ക് എന്തെങ്കിലും, അപ്പച്ചൻ അങ്ങനെ എന്ത് പണിയൊന്നും ഉണ്ടാവില്ല, ജോലിപ്പണിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ 10 റുപ്യ കയ്യിലുണ്ടെങ്കിൽ അപ്പച്ചനെ 1 രൂപയ്ക്ക് 2 മിഠായി വാങ്ങിട്ട് വരും, ഒരു കപ്പലിൽ മിഠായി, അങ്ങനെ എന്തെങ്കിലും കയ്യിൽ കൊണ്ട് വീഴ്ത്തും. അതെന്റെ ഒരു ഓർമ്മയാട്ടോ. നമുക്ക് പലർക്കും ഉണ്ടാവും, പ്രത്യേകിച്ച് 90s കിഡ്സിന്. എന്താന്ന് വെച്ചാല് വീട്ടിൽ ചിലപ്പോ കഞ്ഞി ഉണ്ടാവുള്ളൂ, ചിലപ്പോ ചോറ് വയ്ക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക കറി ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഞങ്ങൾ ഭക്ഷണമാവും. അങ്ങനെ എന്താ വെച്ചാല് അപ്പച്ചന് പണി ഉണ്ടാവില്ല, തീരെ പണിയില്ല സമയം. ആൾക്കാരൊക്കെ പൊട്ട സമയം ഞങ്ങൾക്ക് തീരെ പണിയില്ലാണ്ട്. അപ്പൊ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ഇപ്പോഴും അങ്ങനെ തന്നെയാട്ടോ. ഞാൻ ഈ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് 2 പിള്ളേരെ, എന്നാലും എന്നെ കാണാൻ വരിക എന്റെ ഇടയ്ക്ക് വരുമ്പോ പക്ഷെ മാർക്കറ്റിൽ ഇറങ്ങി അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് ആളങ്ങനെ എന്താ പറയാ ഹെൽത്തി ആയിട്ടുള്ള അങ്ങനെ നോക്കുന്നില്ല. ഫ്രൂട്ട്സ് കഴിക്കും, ചിലപ്പോ പഴംപൊരി ആയിരിക്കും, പരിപ്പുവടി ആയിരിക്കും, പപ്സ് ആയിരിക്കും, ബജ്ജി ആയിരിക്കും. അങ്ങനെ ആൾക്ക് എന്ത് കണ്ടെങ്കിൽ ആളുടെ കയ്യിലത്തെ പൈസക്ക് അനുസരിച്ച് ആൾ എന്തെങ്കിലും പൊടി കൊണ്ട് വരുന്നു. അപ്പൊ അതെനിക്കും കൊടുത്തിട്ട് എന്റെ മക്കൾക്കും കൊടുക്കും. അങ്ങനെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അപ്പച്ചൻ വാങ്ങി കൊടുക്കുന്നത് വല്ലപ്പോഴും എല്ലാം എന്നെ കാണാൻ വരുന്നത്. അപ്പൊ ഞാനതൊന്നും നോക്കില്ല. ഞാനിപ്പോ പഴംപൊരി കഴിക്കും, പരിപ്പുവട കഴിക്കും, പപ്സ് കഴിക്കും. അതെന്റെ ഒരു ഞങ്ങള് തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉള്ളത്. ആ സമയത്ത് ഹെൽത്ത് ഒന്നും നോക്കില്ല കേട്ടോ. ഞാൻ അങ്ങനെ കഴിക്കണമെങ്കിൽ പഴംപൊരി ഭയങ്കര എണ്ണയാണ് അങ്ങനത്തെ ഒന്നും ചിന്തിക്കില്ല. ഞാൻ കഴിച്ചിരിക്കും. ഇനി എത്ര കാലം കിട്ടുന്നതെന്ന് അറിയില്ല. പക്ഷെ ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ സ്നേഹം. അത് നമുക്ക് ഇല്ലാണ്ടാവുമ്പോ അല്ലെങ്കിൽ കിട്ടാതിരിക്കുമ്പോഴൊക്കെയാണ് അതിന്റെ വില മനസ്സിലാവുമ്പോ. പലർക്കും ചില ആളുകൾക്കൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവര് ഉള്ളപ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ പറയാ, നമ്മളും കുട്ടികളാണ്, നമ്മുടെ കാര്യം അന്വേഷിക്കാൻ ആളുണ്ട്, നമ്മളെ കാത്തിരിക്കാൻ, നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയാ നമ്മളെ മാത്രം ചിന്തിച്ചിരിക്കുന്നവരായിരിക്കും. അവരൊരു ദിവസം 100 തവണ നമ്മളെ കുറിച്ച് ചിന്തിക്കണ്ടാവും. ബാക്കിയെല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നുണ്ടാവില്ല. പക്ഷെ മാതാപിതാക്കൾ ചിന്തിക്കും. കാലത്ത് എണീറ്റപ്പ് തുടങ്ങി അവരെ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ അതില്ലാണ്ടാകുമ്പോഴാണ് നമുക്ക് അതിന്റെ വില മനസ്സിലാവും. പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യം. അപ്പൊ അങ്ങനെ എന്നെ കുറച്ചേരം ഇരുന്നോളൂ കേട്ടോ. കാലത്ത് വന്നിട്ട് ഇവിടെ അടിച്ച് തൊട്ടച്ച് മൊത്തം മാറാനടിച്ച് വെള്ളം എല്ലാത്തിനും വെള്ളം കൊടുത്തേച്ച് ബെഡ്ഷീറ്റ് മാറി അങ്ങാണ്. കാരണം ഇത്ര കട്ടിയുണ്ട് ബെഡിന്റെ ബെഡിന് ഇത്ര കട്ടിയുള്ള ബെഡാവും. വലിച്ച് പുറത്തൊക്കെ ഇട്ടിട്ട് മൊത്തം ബെഡൊക്കെ കട്ടിലൊക്കെ പൊടിയടിച്ച് അമ്മൂനി അലർജി ഇപ്പോഴും ഉണ്ട്. പക്ഷെ മാറി പക്ഷെ അവരുടെ ബ്ലഡിലൊക്കെ ഉള്ളതാ. അവൾക്കത് കുട്ടികൾക്കുള്ളതാണ് ഈ പൊടി. അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബെഡ് കിടക്കി വിരിമാറ്റം ഇതൊക്കെ നല്ല നിർബന്ധം അവൾക്ക്. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഏത് ഡോക്ടറെ കാണിച്ചാലും തന്നെ പറയാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പെട്ടെന്ന് മാറ്റും, 2-3 ദിവസം കൂടുമ്പോൾ മാറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത് മാറ്റണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ജിമ്മിന്നൊരു കഴിഞ്ഞിട്ട് വന്ന് ഇവിടെ വന്നിട്ട് അടുത്തത് മൊത്തം കുളിച്ചു. എന്നിട്ട് ഞമ്മൾ കുളിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പൊ ഞാൻ ഇപ്പോഴാണ് നമ്മൾ ഇരിക്കണത്. അപ്പൊ ഇനി പാർക്കുട്ടി നമ്മുടെ പാറുക്കുട്ടീനെ കൊണ്ടുവന്ന് അവിടെ വന്ന പക്ഷെ അവൾ തന്നെ പറയും മേല് കഴുകണമെന്ന്. മേല് കഴുകിയതേ മുടിയൊക്കെ വാരി വെച്ച് കെട്ടിക്കൊടുത്ത് അങ്ങനെ അവൾക്ക് പപ്സ് കൊടുത്തു. ചേട്ടൻ അവില് കഴിക്കട്ടെ, ചേട്ടൻ അവില് നനച്ചത് ഇഷ്ടമാണ്. അപ്പൊ 4 മണിയാകുമ്പോൾ ആൾ കഴിക്കും. ആളപ്പൊ ഇങ്ങനെ കഴിക്കാനായിട്ടപ്പോ ആൾ എന്നോട് തന്നെ പറയാം ആട് ചവയ്ക്കണ പോലില്ല. അപ്പൊ ആൾ പറയാം ആടല്ലടി പശു എന്ന്. പശു ചവയ്ക്കണ പോലത്തെയാണ്. പറഞ്ഞു ഭയങ്കര ഇഷ്ടപ്പെട്ട പപ്സ്. അപ്പൊ സ്കൂളിൽ നിന്ന് കൊണ്ടുപോണത് കഴിക്കും. പക്ഷെ ചോറ് കഴിക്കല് ആൾക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ശീലാവണല്ലോ. അങ്ങനെ അവർക്ക് സമയം എടുത്തൊക്കെ കഴിച്ചിട്ടേ. അപ്പൊ നമ്മളിത് സാലഡ് ഉണ്ടാക്കിട്ടാ. നമ്മുടെ സാലഡ് എന്ന് പറഞ്ഞാല് എന്താ പറയാ വെജിറ്റബിൾസും ലീവ്സും അതുപോലെ തന്നെ ചിക്കനും പിന്നെ കുരുമുളക്, നമ്മുടെ ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു ലേശം ഒലിവ് ഓയിൽ കണ്ട എണ്ണ തീരെ ഇല്ലാണ്ടാണ് നമ്മൾ ഇട്ടത്. തീരെ എന്ന് പറഞ്ഞാൽ തീരില്ല, ഒരു സ്വല്പേ ഉള്ളൂ.
അപ്പൊ നമ്മുടെ ഇത് കുക്കറിലൊന്ന് ഒരു 4 വിസിലടിക്കും, 4-5. അപ്പൊ നല്ല സെറ്റ് ആവും. ഇതിലുള്ള വെള്ളം തന്നെ, ചിക്കൻ്റെ വെള്ളം തന്നെയൊക്കെ ആയി സെറ്റായിട്ട് നമുക്ക് കഴിക്കാൻ. കൂടെ വേണമെങ്കിൽ മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ സ്ക്രാമ്പിളോ ഒക്കെ ചേർക്കാം. അപ്പോൾ ഇതാട്ടോ സെറ്റ് ആക്കട്ടെ. ഞാൻ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കട്ടെ. നമ്മള് ഈ ചിക്കൻ സാലഡ് എന്താണ് കുക്കറിൽ ഉണ്ടാക്കണേന്ന് അറിയൂ. ഞങ്ങൾ ആദ്യം ജസ്റ്റ് ഒരു പാനില് എന്താ പറയാ ചിക്കൻ ഇട്ടിട്ട് ഇങ്ങനെ മൂടി വെച്ച് കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെയാണ് നമ്മുടെ ഗ്യാസിന്റെ ക്ഷാമം വന്നത്. അപ്പൊ ഈ പാനിൽ വെക്കുമ്പോൾ ചിക്കൻ വേവാത്തിരി സമയം എടുക്കൂലേ, അപ്പൊ നമുക്ക് ആ ഗ്യാസ് ഇങ്ങനെ പോവല്ലോ. അങ്ങനെ ആയപ്പോഴാണ് ഞങ്ങൾ കുക്കറിലേക്ക് മാറ്റി. പക്ഷെ ഏറ്റവും ഈസിയാണ്, ജസ്റ്റ് ഒരു 4-5 വിസിൽ മതി. വെള്ളം അധികം ഒഴിക്കേണ്ട, അതുപോലെ തന്നെ എന്താ പറയാ വെളിച്ചെണ്ണ കൂടുതൽ വേണ്ട. കുക്കറിൽ സാലഡ് ഉണ്ടാക്കി നോക്കിട്ട. ചെറിയൊരു ചെറിയൊരു കുഞ്ഞു കുക്കറാട്ടത്. അപ്പൊ ആൾക്കുട്ടി കുഞ്ഞായിരുന്നപ്പോ അവൾക്ക് പരിപ്പ് വേവിക്കാനോ അല്ലെങ്കിൽ അവൾക്ക് വേണ്ട കുറച്ച് പച്ചക്കറിയൊക്കെ സെപ്പറേറ്റ് വേവിക്കാനൊക്കെ ഞാൻ മേടിച്ചതാട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഇത് മതി, കുക്കർ മതി. നമുക്കൊരു 2 നേരത്തേക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കാൻ മതി. 2-3 ആളെല്ലാം കഴിക്കാമോ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലതാണ്. പിന്നെ ഒരു 3-4 കൊല്ലായിട്ടൊക്കെ ഇത് പാടുണ്ടാവണേ മുന്നൊക്കെ വാങ്ങിച്ചു വെച്ചെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഒരു 4 കൊല്ലം ഉണ്ടാവും, മാക്സിമം 3 കൊല്ലം എന്തായാലും ആയിട്ട്. അപ്പൊ ഈ സംഭവം എന്താ ഓൺലൈൻ മേടിച്ചതാ ഇങ്ങനെ സാലഡ് ഉണ്ടാക്കാം. അപ്പൊ ഇത് നമുക്ക് സെപ്പറേറ്റ് എന്താ പറയാ കുറെ അധികം വെളിച്ചെണ്ണ, കുറെ വെള്ളാവുക, കുറെ ഗ്യാസ് ചെലവ്, ഇതൊന്നുമില്ല, സിമ്പിളാണ്. ഇത് ഞങ്ങൾ പകുത്ത് ചിലപ്പോൾ ഞാൻ കുറച്ച് പോർഷനേ കഴിക്കുള്ളൂ, ബാക്കി കൂടുതലും ചേർന്ന് കഴിക്കാം. ചില ദിവസങ്ങളില് ചിലപ്പോൾ ഞാൻ കഴിക്കില്ല കേട്ടോ. എനിക്കങ്ങനെ വേണമെന്ന് തോന്നാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ കുക്കുംബർ കഴിക്കും, ചിലപ്പോൾ മുട്ട കഴിക്കും. അപ്പൊ അങ്ങനെ എന്റെ കാര്യം അങ്ങനെയൊക്കെയാണ്. ഞാൻ എന്നും അങ്ങനെ ഡെയിലി ചിക്കൻ വൈകുന്നേരം സാലഡ് കഴിക്കാറില്ല. അങ്ങനെയൊക്കെ മാറ്റി മറിച്ചൊക്കെ കഴിക്കും. പക്ഷെ ചേട്ടന് എന്നും വൈകുന്നേരം ഈ സാലഡ് വേണം. ഇതില്ലെങ്കിൽ ആൾക്കൊരു വയറിനറിയാത്ത മാതിരി തോന്നും. കാരണം അവരൊക്കെ പണ്ട് മുതലേ എന്നും വൈകുന്നേരം ചോറുണ്ടേ. ഈ അടുത്താണ് ചേട്ടന് ഇപ്പോൾ എന്നൊക്കെ കൂടുതലായിട്ടാ ജിമ്മിന് പോയി തുടങ്ങിയിട്ട്. ഇപ്പൊ ഏകദേശം ഒരു 9-10 മാസമൊക്കെ ഉണ്ടാവും ചേട്ടൻ പോയി തുടങ്ങിയിട്ട്. ഞാൻ 8 മാസം. അപ്പൊ തുടങ്ങിയിട്ട് ആള് ഈ സാലഡ് കഴിച്ചേ അതുവരെ ആ ചോറിലെ കഴിച്ചിരുന്നത്. അപ്പൊ അവർക്ക് വയറ് ഫില്ലാവുന്നില്ല. പിന്നെ ആൾ നമ്മളൊക്കെ കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്ക് എന്തായാലും ഇത് വേണം. അപ്പൊ ഞാൻ ഇങ്ങനെ വീട്ടിൽ നടക്കും അതിന്റെ ഇടയിൽ. പക്ഷെ അൺഹെൽത്തി ആയിട്ടൊന്നും കഴിക്കില്ല. ഇന്നിപ്പോ പപ്സ് കഴിച്ചിട്ട് ഞാൻ കഴിക്കുന്നില്ല, പിള്ളേർക്ക് കഴിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അപ്പതേ സാലഡ് റെഡിയാണ്. കുക്കർ പഠിച്ചു തുടങ്ങും. പിന്നെ ഒരിക്കലൊക്കെ പോകുമ്പോഴാണ് ഇത് മേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇതിന്റെ ഐറ്റംസ് ഒന്നും എല്ലാവരും ഉണ്ടാവില്ല. നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ പോവാ, ചേട്ടന്റെ വീട്ടിൽ പോവാ, അപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒരു ഇതിലൊരു ഡയറ്റിലൊരു കശിച്ച് വരിക. അപ്പൊ നമുക്ക് പറ്റിയതൊക്കെ ഷവായി ചിക്കൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. മറ്റേ മസാല ഷവായി കഴിക്കില്ല, അതിൽ ചിക്കനും മാത്രം കഴിക്കാറില്ല. കൂടുതലുള്ള കുബൂസ് മയോണൈസ് വേണമെന്നൊന്നും കഴിക്കില്ല കേട്ടോ. ചേട്ടനൊന്നും ഞാൻ കഴിക്കാറില്ല, എനിക്ക് തീരെ ഇഷ്ടമില്ല സോസ് മയോണൈസ്. അതിനൊക്കെ ഞങ്ങൾ സെറ്റാണ് വരെ മതി. ഞങ്ങൾ രണ്ടാൾക്കും ഇഷ്ടമില്ല, മയോണൈസും ഇഷ്ടമില്ല, സോസും ഇഷ്ടമില്ല. അപ്പൊ അങ്ങനെ കേട്ടോ. നമുക്ക് വിറകെടുക്കാൻ പോവാട്ടോ. ഞാൻ മുകളിലേക്ക് പോവാണ് വിറകെടുക്കാൻ. അപ്പോ നാളേക്കുള്ള വിറക് നമ്മുടെ മുകളില് ഇതവിടെ നമ്മള് ഒരു എന്താ പറയാ ബോഗൻവില്ല നല്ല റെഡ് പോലെ നട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസം അത് കാണാൻ. പൂവുണ്ടായി വരുന്നേ ഉള്ളൂ. ഇത്രയും വിറകെടുത്തുണ്ട്. അധികം എടുക്കാറില്ല കേട്ടോ. അടുക്കളയിൽ അധികം വെക്കാൻ പറ്റില്ല. പിന്നെ വല്ല ജീവികളും തവളയൊക്കെ കയറിയിരിക്കണമെന്ന് പേടിച്ചിട്ട് നമ്മൾ ടിപ്പ് വന്ന് നോക്കിയിട്ടുണ്ട്. ടിപ്പ് എന്താണ് ചിപ്പ് ബോയ്? ചിപ്പു എവിടെ നീ? കാണാനില്ലല്ലോ ചിപ്പുവിനെ. ചിപ്പു അതെ, ചിപ്പു എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. തേങ്ങ പൊളിക്കുമ്പോ അതിന് വെള്ളം കുടിക്കും. തേങ്ങ ഇങ്ങനെ നിലത്ത് കുത്തിയിട്ട് കുളിക്കണ സൗണ്ട് കേൾക്കില്ല, അപ്പൊ വരും വെള്ളം കുടിക്കാൻ. ഹലോ, അപ്പൊ നമ്മളിത് നമ്മുടെ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് സ്കിൻ കെയർ ചെയ്യാട്ടോ. ഞാൻ ബ്രഷ് ചെയ്തു, ഇത് എന്റെ കമ്പിട്ടു പല്ലില്. പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറയാണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞുതരാൻ എന്നിട്ടാണ് എന്താ ഈ സംഭവത്തിനെ കുറിച്ചിട്ട് ഈ സംഭവത്തിനെ കുറിച്ചിട്ടാണ്. ഡാൽബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ്. ഈ ബ്രാൻഡിന്റെ സീറം സ്പ്രേ നല്ല ഗ്ലോ ഉണ്ടാവും സ്കിന്നിന്. നമുക്ക് മേക്കപ്പ് കഴിഞ്ഞിട്ടും നമുക്ക് വെറുതെ ഒരു റിഫ്രഷിങ്ങിന് സ്കിന്നിന് ഹൈഡ്രേറ്റ് ആവാനൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം.
അപ്പൊ ഇത് വാങ്ങിയിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എല്ലാ ബ്യൂട്ടി വ്ളോഗേഴ്സും മേക്കപ്പ് ഫാഷൻ വ്ളോഗേഴ്സും ഒക്കെ ഇത് കാണിക്കണം, അല്ലാത്തവരും കാണിക്കുന്നുണ്ടെന്നല്ലാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഓർത്തുന്ന പിന്നെ മേടിക്കാന്ന് കേട്ടോ. എന്നിട്ട് ഞാനിത് ഫസ്റ്റ് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് വേണമല്ലോ അതിന്റെ ഒരു റിവ്യൂ ഇടാനായിട്ട്. ഫസ്റ്റ് ഞാനിത് ഉപയോഗിച്ചു, എനിക്ക് കുരു നല്ല മത്ത കുരു കേട്ടോ. അപ്പൊ ഞാൻ ദൈവമേ പണിവാളി കാശ് പോയി. ഇതാണെങ്കിൽ നല്ലൊരു സംഭവം, നല്ലതായിരുന്നു, നല്ല ഹൈഡ്രേഷൻ, നല്ല ഗ്ലോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വിഷമമായി. അപ്പൊ അതൊന്നും ഞാൻ റിവ്യൂ ചെയ്തില്ല, കാരണം സാധനം നല്ലതാണ്, പക്ഷെ എനിക്ക് പറ്റാത്തതുകൊണ്ടല്ല. അപ്പൊ പിന്നെ ഞാൻ റിവ്യൂ വേണ്ട എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ പിന്നെ ഞാൻ പുറത്തേക്ക് പോകുമ്പോ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം, കാരണം സാധനം പൈസ കൊടുത്ത് മേടിച്ചത് ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്കൊരു വിഷമം. അപ്പൊ ഞാൻ എടുത്ത് ഉപയോഗിച്ചു. അപ്പൊ എനിക്ക് പ്രശ്നമൊന്നും വന്നില്ല കേട്ടാ. അപ്പൊ അപ്പൊ ഇത് എന്റെ കുഴപ്പമാവില്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാവോന്ന് ഓർത്തു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല പ്രൊഡക്റ്റ് ആണെന്ന്. നല്ല സംഭവം നല്ലതാ, എനിക്ക് പറ്റാത്തതാണ് കേട്ടോ. അപ്പൊ ഞാൻ നല്ലതെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഉപയോഗിച്ചു. ഇന്നേക്ക് നോക്കി നെറ്റിമേ ഒരു കുഴപ്പമില്ലാണ്ട് പ്രശ്നമില്ലാണ്ടിരുന്ന ഞാനതേ ഇവിടെ ഒരു കുരു വന്നാണ് നോക്കി, വേറെ ഒരൊറ്റ പ്രശ്നങ്ങളും ഇല്ല, അതൊരു കുരുവോ കാര്യങ്ങളൊന്നുമില്ല. ഇന്നലത്തെ ആ ഒരു ഉപയോഗത്തിൽ കിട്ടിയ പണിയാണ്. അതോടുകൂടി എനിക്ക് മനസ്സിലായി ഇത് അന്ന് എന്തോ ഭാഗ്യത്തിന് വരാണ്ടിരുന്നത് കുരു, ഇതെനിക്ക് പറ്റില്ല. ഇനി ഞാൻ പരീക്ഷിക്കാൻ നിൽക്കുന്നില്ല. അപ്പൊ ഈ സാധനം നിങ്ങൾ റിവ്യൂ കണ്ട് മേടിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം മേടിക്കാനായിട്ട്. ചിലപ്പോൾ ഇത് പിമ്പിൾ വരുത്തും, കാരണം ഇതിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ടായിരിക്കും എനിക്ക് സ്യൂട്ട് ആവാത്ത ഏതെങ്കിലും. അപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമുക്ക് സ്കിൻ കെയർ ചെയ്യാം, അല്ല നൈറ്റ് സ്കിൻ കെയർ ചെയ്യാം. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ലിപ് ബാം ഇട്ടു, നൈറ്റ് സ്കിൻ കെയർ ഇതാട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ നിലാസെറിപ്സിന്റെ നമ്മുടെ DH സിറവും DH ക്രീമും നല്ലതാട്ടോ. അപ്പൊ ഇത് കുരു പെട്ടെന്ന് തന്നെ പോകും. നമ്മള് എന്താ പറയാ, അങ്ങനെ അലർജി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റാണ്ടൊക്കെ കുരു വരുമ്പോ നമ്മള് അതുമ്മ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ചിലപ്പോ തന്നെ അങ്ങനെ പൊയ്ക്കോളും. നമ്മളൊന്നും ചെയ്യാണ്ട് തന്നെ നമ്മളത് വല്ലാണ്ട് അതിനെ ഇതായിട്ട് ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അത് പൊട്ടും, അത് പിന്നെ ഒരു പാടാവും, അങ്ങനെ ആകെ ഒരു ഇഷ്യൂ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വല്ലാണ്ടില്ലാണ്ട് ചെറിയ കുരു ജസ്റ്റ് എന്തെങ്കിലും ഉപയോഗിച്ച് അതിന്റെ പ്രശ്നം കൊണ്ട് വന്നതാണെങ്കിൽ നമ്മളത് ഒന്നും ചെയ്യണ്ട, നോർമലായിട്ട് അങ്ങനെ വിടുക. പിന്നെ അത് കൂടി കൂടി വരുന്നുണ്ടെങ്കിലാണ് നമുക്കത് മറ്റുള്ള എന്തെങ്കിലും, അതായത് നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വിടാം, അങ്ങനെ പൊക്കോളും. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ ക്രീമും സിറവും കാര്യങ്ങളൊന്നും അങ്ങനെ എന്താ പറയാ ലോങ് ടൈം യൂസ് ചെയ്യാനുണ്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ചധികം പ്രൊഡക്ട്സ് വരുന്നുണ്ട്, അതിനൊക്കെ ഒരു പ്രോസസ്സിങ്ങിലാണ്, അതൊക്കെ സമയം എടുക്കും. നമുക്ക് പെട്ടെന്ന് ഓടിച്ചാടി ഇന്ന് മേക്ക് ചെയ്ത് നാളെ ഇറക്കാം, അങ്ങനത്തെ ഒരു പരിപാടി അല്ല. നമ്മളത് ഒരുപാട് നോക്കി, ലൈസൻസ് അതുപോലെ തന്നെ അതിന്റെ ടെസ്റ്റുകള് എല്ലാ കാര്യങ്ങളും പാസ്സായി എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറക്കാം. അപ്പൊ ഇതൊന്ന് സെറ്റ് ആയതിനു ശേഷം പിന്നെ നമ്മുടെ സ്മൂത്തി പൗഡറിന് ഇപ്പൊ നല്ല ഡിമാൻഡ് ആയിട്ടോ. എനിക്കത് എടുത്തു പറയാണ്ടിരിക്കാൻ വയ്യ, കാരണം എന്താ വെച്ചാല് വെയിറ്റ് ലോസിനും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തി ഒരു ഡയറ്റ് മീലിനും. അപ്പൊ നമ്മളിത് നമ്മുടെ സിറട്ടിട്ടൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ DH ക്രീം ആയിട്ടോ കൊടുക്കുന്നത്. 20+ തുടങ്ങിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്കിന്നിന് നല്ലോണം നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും സ്കിന്നിന് അതുപോലെ തന്നെ യൂത്ത്ഫുൾ ആയിട്ട് നമുക്ക് റിങ്കിൾസിനൊക്കെ ഒരു പരിധി വരെ തടയാനും വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ നല്ലതാണ്. അങ്ങനെ ഇനി നേരെ ഞാൻ പാറക്കുട്ടീനെ കുറച്ചൊക്കെ ഒന്ന് എഴുതിക്കാനും കൈയൊക്കെ ഒന്ന് അവരുടെ ആ ഒരു പിടിക്കാനും പെൻസിൽ പിടിക്കാനൊക്കെ നേരെ ആവാനൊക്കെ സ്ലേറ്റിൽ എഴുതി പഠിപ്പിക്കുന്നതൊക്കെ നല്ലതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് എഴുതാനൊക്കെ കൊടുത്ത് അവൾക്ക് ഇഷ്ടാട്ടോ. പിന്നെ കുറെ റൈമുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഇംഗ്ലീഷ് റൈമും മലയാളം റൈമും ഒക്കെ പാടി കേൾപ്പിക്കും. അതിനുശേഷം അമ്മുക്കുട്ടി അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവളുടെ സമയം 7 മണി. അപ്പൊ അവള് കുറച്ച് കഴിഞ്ഞ് അവള് പോയിട്ട് 7 മണിക്ക് മുന്നേ അവൾ 6:30 ആകുമ്പോ അല്ലെങ്കിൽ 6:15 ആകുമ്പോ അവള് നേരെ പോയിട്ട് കുംഫു പ്രാക്ടീസ് ചെയ്യും. അത് അവള് ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ചായി, അതിനിടയിൽ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് ഇങ്ങനെ ഈ സംഭവം ഇട്ടു. അപ്പൊ ഞാൻ വീഡിയോ എടുക്കണ്ടപ്പോ ആൾക്കൊരു ചെമ്മലായി. അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോ, പെട്ടെന്ന് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അവളെ എന്ന് പറയായിരുന്നു കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ പാർക്കുട്ടിക്ക് ഉറക്കം വരുന്നു പറഞ്ഞിട്ട് ഞാനും ഇപ്പൊ സ്കൂളിൽ പോകണ കാരണം വേഗം ഉറക്കം വരും. അപ്പൊ ഞാനും പാർക്കുട്ടി മൂലി പോയി കിടന്നു. അപ്പൊ ഇഷ്ടമായെന്ന് വിചാരിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. ഉമ്മ.